പിന്നെ വളരെ അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളോടൊക്കെ കടന്നു പോവാണ്. ലൈഫ് അതിന്റെ മുമ്പിൽ എന്റെ ചോദ്യങ്ങളൊക്കെ കൊണ്ട് തരുമെങ്കിലും നമ്മൾ ഇന്നും പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നന്നായിട്ട് അറിയാം. കർത്താവിന്റെ വാക്ക് കേട്ടു, അത് വിശ്വസിച്ചു, അത് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഏറ്റവും ചമ്മി നിൽക്കുന്ന ഒരു ചാറ് വറ്റി നിൽക്കുന്ന ടയർ പഞ്ചറായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് പോലും നമുക്ക് മുമ്പോട്ട് ഓടണമെന്ന് തോന്നുന്നത് ഈ ഒരു ഒറ്റ ഇൻസ്പിറേഷനാണ്. കർത്താവിന്റെ വാക്ക് നിങ്ങൾക്ക് ഒരു വെളിച്ചമായിട്ട് മാറി. സോ ദർ ഈസ് എ റെസ്പോൺസിബിലിറ്റി. ഈ സത്വാർത്ത നിങ്ങളും അറിയിക്കണം. നമുക്ക് ഈശോയുടെ വചനം പറയണം. നിൽക്കുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഇടുമ്പോൾ, നമ്മളൊന്ന് ഷെയർ ചെയ്യുമ്പോൾ, നമ്മൾ ഒരു വചനം ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന ഗ്രൂപ്പായിരിക്കും, നമ്മുടെ കമ്മ്യൂണിറ്റി ആയിരിക്കും, ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ ഒരു ഈശോയുടെ വാക്ക് ഇന്ന് നിങ്ങൾ രാവിലെ വായിച്ചൊരു വചനമായിരിക്കും, അതൊന്ന് അയച്ചു കൊടുക്കുമ്പോഴേ ചിലപ്പോൾ 500 പേർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് 499 പേര് മൈൻഡ് പോലും ചെയ്ത് കാണത്തില്ല. പക്ഷെ ഇരുട്ടിൽ എന്നെ ചെയ്യേണ്ട കർത്താവ് ഇന്നൊരു പിടിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, ടോട്ടലി ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക്, ഈ 500 പേരിൽ ഒരാൾക്ക് അതൊരു വെളിച്ചമായെങ്കിൽ ആ സദ്വാർത്തയ്ക്ക് കാരണമായ നിന്റെ പാദങ്ങൾ എത്രയോ സുന്ദരം. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര കഷ്ടമാണെന്നും വചനം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വചനം പറയണം, വചനം പങ്കുവെച്ചു കൊടുക്കണം. ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ വചനം എത്തിച്ചു കൊടുക്കണം. Download ShareChat.